നിക്കാഹിന് വന്ന് ആ നാട്ടിൽ നിന്ന ആള്, പെണ്ണിന്റെ ഭാഗത്തുനിന്ന ആള്, നിങ്ങൾക്കാണ് അതിന് അവകാശം, പക്ഷെ നമ്മൾ ഇവിടെ സയ്യിദുണ്ട് കൊണ്ട് നിക്കാഹിക്കല്ലേ, ഓക്കെ ഒന്നുമില്ല. അത് പരസ്പരം പറഞ്ഞ് ആലോചിച്ച് മുഷാവറ എന്തായി, സംതൃപ്തിയായി. അല്ലാതെ അതൊന്നും പറയാതെ ഒരു എത്ര വലിയ പ്രഗത്ഭനായ എത്ര വലിയ സയ്യിദിനെ കൊണ്ടുവന്നാലും ശരി, ആരായാലും ശരി, ഇവരെ അവഗണിച്ചുകൊണ്ട് നേരത്തെ ഒന്നും പറയാതെ ആ സദസ്സം അങ്ങ് പ്രഖ്യാപിക്കുമ്പോ അഭിമാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ട് ചെയ്യുമെന്ന് അറിയാല. പിന്നെ ഈ ഇതുണ്ടല്ലോ, ഈ പ്രസവ ശുശ്രൂഷക്ക് വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങന്മാർ, അവരെന്ത് ഈ കുട്ടികളുടെ ഈ പിന്നെ തുണിക്കണ്ടെല്ലാം നടക്കുമല്ലോ. അപ്പൊ അത് അവരുടെ അവകാശം, അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ വേറെ ആരോ എടുത്ത് അലക്കി കളഞ്ഞിട്ട് അതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ഉത്തരവാദിത്തം ഒരു ചെയ്യേണ്ട വഴിയാണ്, വേറെ ആരും ചെയ്യാൻ ശരിയല്ലല്ലോ. ഇതെടുക്കുന്ന ആളുകൊണ്ട് കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട് അവകാശവും അഭിമാനബോധവും, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്നുള്ള ബോധം നമുക്ക് വേണം. അതുകൊണ്ട് അത്തരം വേദികളിൽ ഒച്ചപ്പാടില്ലാതിരിക്കാനും അവിടെ കലഹമില്ലാതിരിക്കാനും എന്ത് വേണം, നേരത്തെ തന്നെ പറഞ്ഞിരിക്കണം. പിന്നെ സംഗതി നിങ്ങളാണ് ഇതിന്റെ ആളുകളെങ്കിലും അവിടെ ഒരു സയ്യിദുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ കിട്ടുന്ന പ്രിയാപ്പന്റെ ഉസ്താദുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളുണ്ട്, അതുകൊണ്ട് അയാളെ നിക്കാഹ് ചെയ്യാം. എന്നിട്ട് അതിനെ സമ്മതിക്കൂല, അത് ഞാൻ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുരുത്തക്കേടാണ്, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാളും അവിടെ പിന്നെ ഗ്രൂപ്പ് ഒന്നും നോക്കാൻ പാടില്ല. ഒരു തങ്ങള് പറ്റും, മറ്റേ തങ്ങള് പറ്റൂല. തങ്ങളാണെങ്കിലും ഓക്കെ, ഞാനങ്ങ് ഒഴിഞ്ഞു കൊടുക്കും, മറ്റേ തങ്ങളാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. അതൊന്നും ശരിയല്ല, അതൊരു ഇസ്ലാമല്ല. അതൊരു പണ്ഡിതൻ എന്ന നിലക്ക് ഒരു ഖതീബും ഒരു ഖാദിയും പറയുന്നത് പോയിട്ട് ഒരു സാമാന്യ മര്യാദയുള്ള ഒരു മുസ്ലിം പറയാൻ പാടില്ല. അങ്ങനെ അവിടെയൊക്കെ ഇതൊന്നും നോക്കാൻ പാടുണ്ടോ? സ്വാലിഹീങ്ങളും അതുപോലെ തങ്ങന്മാരും അതുപോലെ ഈ പുതിയാപ്പിളന്റെ ഉസ്താദായിട്ട് വന്ന ആളും, അത് പിന്നെ എന്ത് ഗ്രൂപ്പാ? ആ പുതിയാപ്പിളന്റെ ഉസ്താദ് എന്നുള്ളതിനാണ് അവിടെ അഡ്രസ്, അല്ലെങ്കിൽ ഒരു സയ്യിദ് എന്നുള്ളതാണ് അവിടെ അഡ്രസ്. അവിടെ പിന്നെ വേറെ ഗ്രൂപ്പൊന്നുമില്ല. അത് ഇന്നയാളാണെങ്കിൽ പറ്റും, ഇന്നയാളെ പറ്റൂല. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരിക്കലും നീതിയല്ല, അത് ഇസ്ലാമല്ല, ദീനല്ല, ന്യായവും അല്ല. ഒരിക്കലും അത് നമ്മുടെ നാട്ടു സമ്പ്രദായത്തിന് യോജിച്ചതും അല്ല. അന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്.